ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ എവിക്റ്റ് ആയത് ഒനീൽ സാബു ആണ്. ഒനീൽ ബിഗ് ബോസ് ഹൗസിലേക്ക് പോയ സമയത്ത് ഒരുപാട് പ്രതീക്ഷകൾ തന്ന് പ്രവേശിച്ച ഒരു കണ്ടസ്റ്റന്റ് ആണ്. ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു ഒനീലിൽ നിന്നും, കോണ്ടന്റുകൾ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു. 100 ദിവസം നിൽക്കുമെന്ന് ഞാൻ വളരെയേറെ പ്രതീക്ഷിച്ച ഒരു കണ്ടസ്റ്റന്റ് ആണ് ഒനീൽ. അത് ആസ് എ പേഴ്സണാലിറ്റി എനിക്ക് ഫസ്റ്റ് ഡേ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ തന്നത് ഒനീലാണെന്ന് ഞാൻ അന്നിട്ട വീഡിയോകളിലൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ നിലനിർത്താനായിട്ടോ അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു ഗെയിം കളിച്ച് മുന്നേറാനായിട്ടോ ഒന്നും ഒനീലിനെ കൊണ്ട് പറ്റിയിരുന്നില്ല. പക്ഷെ എങ്കിലും നല്ല രീതിയിൽ തന്നെ കളിക്കാനായിട്ട് ശ്രമിച്ചു എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. വലിയ ഹേറ്റേഴ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെയാണ് ഒനീല് പുറത്തേക്ക് വന്നിരിക്കുന്നത്. വലിയ കാര്യമായ ഹേറ്റേഴ്സോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഫാൻസോ ഒന്നും ഇല്ലാതെ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ടൊരു ലെവല് മെയിൻറ്റെയിൻ ചെയ്ത് കളിച്ച് ആണ് ഒനീല് പുറത്തായിരിക്കുന്നത്. പുറത്തായ ഒരു മൊമെന്റിൽ ഒനീല് പറയുന്നത് ഞാൻ ഹാപ്പിയാണ്, 60 ദിവസം നിൽക്കാനായിട്ട് പറ്റി, എന്റെ മമ്മിയും ബ്രദറും ഇതിനകത്ത് വന്നു, അങ്ങനെ ആ രീതിയിലൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇംഗ്ലീഷിൽ ലാസ്റ്റ് അവരോട് കുറെ പഞ്ച് ഡയലോഗ് പറഞ്ഞു. ആളൊരു വൈബായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. അത് എത്രയൊക്കെ പറഞ്ഞാലും ഈ സീസണിൽ ഒരു വൈബ് ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു. അപ്പോ അങ്ങനെയുള്ള ഒരു മത്സരാർത്ഥിയാണ് പുറത്തേക്ക് പോയിരിക്കുന്നത്. അവിടെ പുറത്താവാൻ ഇനിയും അർഹരായിട്ടുള്ള 2-3 പേരുണ്ടായിരുന്നു. അവരെ പുറത്താക്കാതെ ഒനീല് പോയതിൽ എനിക്ക് ഒരു ചെറിയൊരു നീരസമുണ്ട്. കാരണം അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒനീല് ഗെയിം കളിച്ചിട്ട് തന്നെയാണ് അവിടെ നിന്നത്. വലിയ ഹേറ്റേഴ്സോ അല്ലെങ്കിൽ ഭയങ്കരമായ രീതിയിലുള്ള ഒരു നെഗറ്റിവിറ്റി ഒന്നും കിട്ടാത്തൊരു കണ്ടസ്റ്റന്റ് ആണ് ഒനീൽ. ഒനീലിന് അവിടെ ഇനിയും ഒരുപാട് ഗെയിം കളിക്കാനായിട്ട് ബാക്കി ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ പുറത്തേക്ക് വന്ന ആ ഒരു സമയത്ത് പോലും അക്ബറുമായിട്ട് ഒരു വഴക്കുണ്ടാക്കിയിട്ടാണ് ഒനീല് വന്നത്. അപ്പം അതൊരു സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒനീൽ അവിടെ നിൽക്കുമായിരുന്നുണ്ടെങ്കിൽ ഈ വഴക്കിന്റെ ബാക്കി നമുക്ക് കാണാമായിരുന്നു. പിന്നെ എന്താന്നേ, പ്രേക്ഷകര് അഫ്കോഴ്സ് വിമർശിക്കും. കാരണം ബീം ബാഗിൽ ഇരുന്നു, പിന്നെ ഷാനവാസുമായിട്ടുള്ള ആ ഒരു സൗഹൃദം അത് ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു. പിന്നെ ആര്യൻ ജിസേൽ ഈ ഒരു ഇഷ്യൂ ഇങ്ങനെ മാറിയിരുന്ന് അതിനെപ്പറ്റി സംസാരിച്ചു. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. അത് അത്രയും റിയൽ ആയിട്ട് ഒനീൽ നിന്നത് കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നല്ല റിയൽ ആയിട്ട് തന്നെ നിന്ന് കളിച്ചൊരു മത്സരാർത്ഥിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒനീലിന്റെ എല്ലാ ഇമോഷൻസും നമ്മൾ കണ്ടിട്ടുണ്ട്. വഴക്കുണ്ടാക്കുന്നതാണെങ്കിലും ചിരിച്ചുകൊണ്ടുള്ള ആ ഒരു കളിച്ചിരി ആണെങ്കിലും പിന്നെ പിണക്കങ്ങളാണെങ്കിലും ഫൈറ്റ് ആണെങ്കിൽ ഫൈറ്റ്, കരച്ചില് എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ റിയൽ ആയിട്ട് നിന്ന് കളിച്ചൊരു മത്സരാർത്ഥിയാണ്. കുറച്ചു ദിവസം കൂടെ നിൽക്കേണ്ടതായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. വാഴകളെ സപ്പോർട്ട് ചെയ്യുന്ന ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് ഒനീൽ അങ്ങ് പുറത്തായി, അത്രേ ഉള്ളൂ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒനീലിന് ഒരു കാര്യം അഭിമാനിക്കാം, വലിയ ഹേറ്റേഴ്സ് ഒന്നും ഇല്ലാതെ പുറത്തായി.